ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സർക്കാർ ആവിഷ്കരിച്ച അക്ഷരം ആരോഗ്യം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കിള്ളിമംഗലത്ത് MLA UR പ്രദീപ് നിർവഹിച്ചു. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന അക്ഷരം ആരോഗ്യം സ്കൂൾ ആരോഗ്യ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാതൃകാപരമായ അക്ഷരം ആരോഗ്യം സ്കൂൾ ആരോഗ്യ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് പ്രൗഢമായി നടന്നു. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് ഭദ്രദീപം തെളിയിച്ച് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും ശുചിത്വ ശീലങ്ങളും ലക്ഷ്യമിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളം വ്യത്യസ്തമായി ഒട്ടേറെ കാര്യങ്ങളിൽ വ്യത്യസ്തമായി ഇന്ന് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് നാം നടത്തിയ മുന്നേറ്റം ചെറുതല്ല. സഭയ്ക്കകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഡിബേറ്റ് നടത്തുമ്പോൾ ഞങ്ങൾ ഈ ലൈബ്രറിയിൽ എഴുതി കൊടുത്താൽ ആവശ്യമായ ആരോഗ്യ രംഗത്ത് നടത്തിയ ഇടപെടൽ കമ്പാരിസൺ തരും. അത് കണ്ടാൽ തന്നെ കണ്ണു തള്ളിപ്പോകും. പക്ഷേ ഇത് ഇത്ര അധികം നമ്മുടെ കേരളം നടത്തിയിട്ടുണ്ടോ, ഇത്ര അധികം മുന്നേറ്റം നടത്തിയിട്ടുണ്ടോ? ഈ മുന്നേറ്റം നടത്തിയതും ഈ ഒന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് എണ്ണം കുറവായാലും നിരന്തരം ഓടിച്ചേ. ഞാൻ നിങ്ങൾ ഇരുത്തി പുലർത്തി പറയുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആരും ചർച്ച ചെയ്യാറില്ല. ആ ചർച്ച ചെയ്ത് നമ്മുടെ നാടിൻ്റെ ഗവൺമെൻറ് ഏറ്റെടുത്ത ഈ പദ്ധതി വിജയിക്കണല്ലോ എന്ന നിലയ്ക്ക് വലിയ സജീവമായി സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചാണ് പലരും ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബോധ്യമുണ്ട്. പക്ഷേ നാട് വലിയ പിന്തുണയും ആ കാര്യത്തിൽ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ യഥാർത്ഥത്തിൽ മറ്റു സ്റ്റേറ്റുകളിൽ പോയി കണ്ടാൽ ആരോഗ്യവകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു, കേരളത്തിൽ ആരോഗ്യവകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തിരിച്ചറിയേണ്ട കാര്യമാണ്. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. പുതുതലമുറയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ ഇത്തരം പദ്ധതികൾ വഹിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. നമുക്കറിയാം, വിവിധ തരത്തിലുള്ള ലോകശ്രദ്ധ ആകർഷിക്കുന്ന പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിലാകെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി സർക്കാർ രൂപീകരിക്കുന്നത്. അതിന്റെ ജില്ലാതലത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം തിരുവനന്തപുരം വെച്ച് നടക്കുകയാണ്. ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യം ഒരു ശീലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൈനംദിന പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നല്ലൊരു ആരോഗ്യമുള്ള ജനത തന്നെയാണ് നമ്മുടെ നാടിന്റെ ഭാവി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ചെറിയ സമയത്ത് തന്നെ നമ്മൾ ആരോഗ്യം എന്നുള്ളത് ഒരു നല്ല ശീലമാക്കി വളർത്തിയെടുക്കുന്നതിനുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ നമ്മളെ ബോധവൽക്കരണം എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ അവർ മുതിർന്നു വരുമ്പോഴും അതെങ്ങനെയാണ് ശീലമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന്റെ ഒരു ചെറിയ പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നാനത്ത് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും സജീവ പങ്കാളിത്തം പദ്ധതിയുടെ വിജയത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ഷീജ NA, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബുഷറ ടീച്ചർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. വിവിധ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു.